നമസ്കാരം. ഏകദേശം 180 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പുരാതന സമുദ്രങ്ങളിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഭീമാകാരമായ ഒരു കടൽ ജീവിയുടെ കഥ ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുകയാണ്. ജർമ്മനിയിൽ നിന്നും കണ്ടെത്തിയ ഡെംനോഡോണ്ടോസോറസ് എന്ന കടൽ ഡ്രാഗണിൻ്റെ ഫോസിൽ പ്രകൃതിയിലെ അതിജീവനത്തിൻ്റെ അസാധാരണമായ ഒരു ഉദാഹരണമായിട്ടാണ് ഗവേഷകർ കാണുന്നത്. കഠിനമായ പരിക്കുകളെയും ശാരീരിക ആഘാതങ്ങളെയും അതിജീവിച്ച് ഇരപിടിയന്മാരുടെ പട്ടികയിൽ എങ്ങനെ ഈ ജീവി മുൻപന്തിയിൽ തുടർന്നു എന്നതിലേക്കാണ് ഈ കണ്ടെത്തൽ വെളിച്ചം വീശുന്നത്. സാധാരണയായി സമുദ്രജീവികളിൽ കാണപ്പെടാത്ത ചില പ്രത്യേകതകൾ ഈ ഫോസിലിൻ്റെ വയറിനുള്ളിൽ കണ്ടെത്തിയത് ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചു. ഏകദേശം 21 അടി നീളമുള്ള ഈ കടൽ ഭീകരന് 100ഓളം മൂർച്ചയുള്ള പല്ലുകളാണ് ഉണ്ടായിരുന്നത്. സമുദ്രത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ഇരപിടിയന്മാരിൽ ഒന്നായിരുന്നു ഇതെന്നാണ് ലഭിച്ച തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ തലയോട്ടി, താടിയെല്ല്, നട്ടെല്ല് എന്നിവയുടെ ഭാഗങ്ങൾ അതീവ ശ്രദ്ധേയമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. സയൻറ്റിഫിക് ജേണലായ സിറ്റെ ലിയാനയിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് തെക്ക് പടിഞ്ഞാറൻ ജർമ്മൻ തടത്തിൽ ഈ വർഗത്തിൽപ്പെട്ട ജീവികൾ നേരത്തെ കരുതിയിരുന്നതിനേക്കാൾ കൂടുതൽ കാലം ജീവിച്ചിരുന്നുവെന്ന് തെളിയിച്ചു. ഈ കണ്ടെത്തലിൽ ഗവേഷകരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ജീവിയുടെ വയറിനുള്ളിൽ കണ്ടെത്തിയ കല്ലുകളാണ്. ഗ്യാസ്ട്രോലിത്തുകൾ എന്നറിയപ്പെടുന്ന ഈ വയർക്കല്ലുകൾ സാധാരണയായി ഇത്തരം ഇക്തിയോസോറസുകളിൽ കാണപ്പെടാറില്ല. ഈ ജീവിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ കഠിനമായ മുറിവുകളും ഈ കല്ലുകളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ജീവിയുടെ തോൾഭാഗത്തും താടിലിൻ്റെ സന്ധികളിലും ഗുരുതരമായ പരുക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു ജീവിയുടെ ആക്രമണത്തിൽ നിന്നാകാം ഈ പരുക്കുകൾ സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇത്തരം പരുക്കുകൾ കാരണം വേഗത്തിൽ ചലിക്കുന്ന ഇരകളെ വേട്ടയാടാനുള്ള അതിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു. ശാരീരികമായ ഈ പരിമിതികളെ മറികടക്കാൻ അസാധാരണമായ ഒരു മാർഗമാണ് ഈ കടൽ ഡ്രാഗൺ സ്വീകരിച്ചത്. ഇരകളെ വേട്ടയാടാൻ ബുദ്ധിമുട്ടായപ്പോൾ ഭക്ഷണം ദഹിപ്പിക്കുന്നതിനായി ഇത് കല്ലുകൾ വിഴുങ്ങാൻ തുടങ്ങി. ആമാശയത്തിനുള്ളിലെ ഈ കല്ലുകൾ ആഹാരത്തെ അരച്ചെടുക്കുന്നതിനുള്ള ഒരു ആന്തരിക ഉപകരണമായി പ്രവർത്തിച്ചു. കൂടാതെ തൻ്റെ വേട്ടയാടൽ രീതിയും ഭക്ഷണക്രമവും ഈ ജീവി പൂർണ്ണമായും മാറ്റിമറിച്ചു. പിടിക്കാൻ പ്രയാസമുള്ള ഇരകൾക്ക് പകരം എളുപ്പത്തിൽ ലഭിക്കുന്ന ആഹാരങ്ങൾ ഇത് ശീലമാക്കി. ഇതിൻ്റെ പല്ലുകൾ അമിതമായി തേഞ്ഞു തീർന്ന നിലയിൽ കണ്ടെത്തിയത് പരിക്കുകൾക്ക് ശേഷം ആഹാരം ചവച്ചരയ്ക്കാൻ ഇത് നേരിട്ട ബുദ്ധിമുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും തൻ്റെ ജീവിത രീതിയിൽ മാറ്റം വരുത്തി അതിജീവനം സാധ്യമാക്കിയ ഈ ഭീമൻ ഇരപിടിയൻ പ്രകൃതിയിലെ പോരാട്ടവീര്യത്തിൻ്റെ വലിയൊരു പാഠമാണ് നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.